തിരുവോണത്തിനന്ന് രാവിലെ 5:30 എണീറ്റിട്ട് ആദ്യം പോയി നോക്കിയത് ഇഡ്ഡലിക്ക് ആട്ടിയ മാവ് പൊങ്ങിയെന്നാണ്. സാധാരണ ഇത് അപൂർവമായിട്ടേ പൊങ്ങാറുള്ളൂ. അപ്പം ഇന്ന് ആ ദിവസമായിരുന്നു അപൂർവമായിട്ട് പൊങ്ങിയിരിക്കുന്നു. പിന്നെ അത് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോഴത്തേക്കും നല്ല പഞ്ഞിക്കിട്ട് പോലത്തെ ഗുണ്ടുമണി ഇഡ്ഡലിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കറി വേറെ ഒന്നും ഉണ്ടാക്കിയില്ല, സാമ്പാർ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് സദ്യക്കും കൂടി എടുക്കാമല്ലോ, പണി കുറഞ്ഞല്ലോ. പിന്നെ 6:30 വെളിയിൽ ചെന്ന് കതക് തുറന്ന് നോക്കിയപ്പോഴേക്കും മഴ പെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മഴ രാത്രി തുടങ്ങിയ മഴയാണ്. പിന്നെ ഞാൻ പോയി കുളിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ കുളിച്ചിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്കും മഴ ഏകദേശം തോർന്നു. പിന്നെ ഞാനും മോനും കൂടി റെഡിയായി അമ്പലത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന പൂവൊക്കെ പറിച്ചൊരു കുഞ്ഞത്ത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് സദ്യയൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എൻ്റെ മോളുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ അവൾക്കൊരു ഇലയൊക്കെ ഇട്ട് വെച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവൾ അതിൽ ഫുള്ള് വിരവുന്ന തിരക്കിലായി. ആ നേരത്ത് 2 വായൊക്കെ കൊടുത്തപ്പോൾ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചോറ് കഴിക്കില്ല. അവളങ്ങനെ ഇലയിലൊക്കെ ഇട്ട് അലമ്പിയിട്ട് പിന്നെ കിടന്നളുമ്പൊക്കമായി, പിന്നെ കാലുകൊണ്ട് അളുമ്പൊക്കമായി. അങ്ങനെ ഒരുവിധം ഇലയൊക്കെ വലിച്ച് കീറി വെച്ച് അവളുടെ ഇലയുടെ കാര്യമൊക്കെ തീരുമാനമാക്കിയിട്ട് അവൻ്റെ ഇലയിലോട്ട് പിടിക്കാനുള്ള പദ്ധതിയിലായിരുന്നു. പിന്നെ അത് പായസം കൊടുത്തങ്ങ് തടഞ്ഞ്. പിന്നെ വൈകിട്ട് ശാർക്കര ക്ഷേത്രത്തിൽ അത്തം കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, നല്ല മഴയായിരുന്നു. പിന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം.